വയനാടൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റും വനിതാ വിങ്ങും ചേർന്ന് സമാഹരിച്ച ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വ്യാപാരികളുടെ സാന്നിധ്യത്തിൽ ജില്ലാ ട്രഷറർ CS അജ്മൽ തുക ഏറ്റുവാങ്ങി. വയനാടിനൊരു കൈത്താങ്ങെന്ന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റിന്റെയും വനിതാ വിങ്ങും ചേർന്ന് സമാഹരിച്ച ഫണ്ട് വ്യാപാരികളുടെ സാന്നിധ്യത്തിൽ ജില്ലാ ട്രഷറർ CS അജ്മലിന് കൈമാറി. 3 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകിക്കൊണ്ട് ആ സ്ഥലത്ത് വേണ്ടപ്പെട്ട ആരൊക്കെയുണ്ടോ ഒന്നും സഹായം ലഭിക്കാത്ത ആളുകളും വ്യാപാരികളടക്കമുള്ള മുഴുവൻ ആളുകളെയും ഒരു പുനരധിവാസ പാക്കേജ് 15 കോടിക്കും 25 കോടിക്കും ഇടയ്ക്ക് എത്ര ചെലവ് വന്നാലും അവരുടെ പുനരധിവാസവും അവിടുത്തെ മക്കളുടെ വിദ്യാഭ്യാസം അടക്കം ഹോസ്പിറ്റൽ ചെലവുകളടക്കം അവിടെയുള്ള എല്ലാ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സ്റ്റോക്ക് അടക്കമുള്ള സംവിധാനത്തിൽ കേരളത്തിലെ വ്യാപാരി ഏകോപന സമിതി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഇന്നലെ 3 ഏക്കർ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. വരുന്ന 5 ദിവസങ്ങളിൽ 3 ഏക്കർ സ്ഥലം സംഘടന പേരിൽ രജിസ്റ്റർ ചെയ്ത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലോട്ടായി കഴിഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് MB നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷിൻറോ ഏലിയാസ് സ്വാഗതവും ട്രഷറർ KK വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. ടൗൺ യൂണിറ്റിനു വേണ്ടി MB നൌഷാദും വനിതാ വിങ്ങിനു വേണ്ടി ആശാ ലില്ലി തോമസും ഫണ്ട് കൈമാറി. യൂണിറ്റിലെ വനിതാ വിങ്ങും ഇതിനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും കൂടി ഫണ്ട് ശേഖരിച്ച് നമ്മുടെ ജില്ലാ ട്രഷറിന് കൈമാറുകയാണ്. ഇനിയും ഒത്തിരി സഹായങ്ങൾ ആവശ്യമായിട്ടുണ്ട്. എല്ലാവരും ഇതിലേക്ക് പറ്റുന്നത്ര സഹായങ്ങൾ ചെയ്ത് അവിടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും വിവിധ വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്തുവാടകുളത്ത്.